വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഈശോയുടെ തിരുവചനത്തെ സ്നേഹിക്കുന്ന, ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കും: അവിടുന്ന് തൻ്റെ കാരുണ്യാതിരകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വചനത്തിലൂടെ പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവവും പ്രത്യാശയവുമായ ഒരു അവകാശത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോയുടെ ഉത്ഥാനം വഴി, മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി ഒരു അവകാശത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. ആ അവകാശം സ്ഥിതി ചെയ്യുന്നത് സ്വർഗത്തിലാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ അവകാശം കണ്ടെത്തുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളിലാണ്. നമ്മുടെ വീട്ടിൽ അത് സമ്പത്ത്, സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള അവകാശം, മറ്റ് അധികാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവകാശം, പണത്തിന് മേലുള്ള അവകാശം, വ്യക്തികളിൽ മേലുള്ള അവകാശം, നമ്മുടെ തന്നെയുള്ള മഹത്വവും സ്ഥാനവും കണ്ടെത്തുവാൻ വേണ്ടിയുള്ള അവകാശങ്ങൾ, അങ്ങനെ ഈ ഭൂമിയിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ ഒരു പോരാട്ടം, അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കുക. എന്നെങ്കിലും സ്വർഗത്തിൽ ഒളിമങ്ങാത്തതായ, എപ്പോഴും നമുക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവകാശത്തെ പറ്റി, യേശുക്രിസ്തുവിൻ്റെ മരണം വഴി ഉത്ഥാനത്തിലൂടെ നമുക്ക് നേടിത്തന്നിരിക്കുന്ന ഒരു അവകാശത്തെ പറ്റി നമ്മൾ ഈ ഭൂമിയിൽ ചിന്തിക്കാറുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ അവസരത്തിലെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിലുള്ള ഒരാഗ്രഹം സ്വർഗം സ്വന്തമാക്കാൻ, സ്വർഗത്തിൽ ഈശോ നമുക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കുന്ന അവകാശത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ഈ അവകാശം നമുക്ക് കിട്ടുമോ എന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥനയായിട്ട് നമ്മൾ ഓർമ്മിക്കാറുണ്ടോ? നമ്മുടെ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഈ അവകാശം സ്വന്തമാക്കാൻ തരത്തിലുള്ള പ്രവൃത്തികളാക്കി മാറ്റുവാൻ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ നിരീക്ഷിക്കാറുണ്ടോ? സ്നേഹം നിറഞ്ഞവരെ, ഓരോ മിനിറ്റിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് സ്വർഗത്തിൽ ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്നിരിക്കുന്ന അവകാശം സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ഈ അവകാശം സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. സ്വർഗത്തിൽ നമുക്കായി ഒരു അവകാശം ഈശോ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ അവകാശം സ്വന്തമാക്കാൻ വേണ്ടി നമ്മുടെ ചിന്തകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് രൂപീകരിക്കാം. ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിൽ കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിരിക്കുന്ന അവകാശം സ്വന്തമാക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, അത് സ്വന്തമാക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ തരണമേ. ഓരോ ദിവസവും രാത്രിയിൽ ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നവരെയുള്ള സമയങ്ങളിൽ
ഞങ്ങളുടെ ജീവിതം, ആ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രവർത്തികൾ, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ, വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ നോട്ടങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, മോഹങ്ങൾ, അതെല്ലാം കർത്താവേ അങ്ങ് ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന അവകാശം സ്വന്തമാക്കുവാൻ വേണ്ടി ഉള്ള പ്രവർത്തികളാക്കി മാറ്റാൻ, വാക്കുകളാക്കി മാറ്റാൻ, ചിന്തകളാക്കി മാറ്റാൻ കർത്താവേ കൃപ തരണമേ. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്കായി നേടിവെച്ചിരിക്കുന്ന അവകാശം സ്വന്തമാക്കുവാൻ വേണ്ടി ഒരുങ്ങി ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയത്ത് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈശോ നമുക്ക് നേടിത്തന്നിരിക്കുന്ന അവകാശം സ്വന്തമാക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ജീവിക്കുവാൻ, പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിച്ച് ഈശോ നമുക്ക് നേടിത്തന്ന അവകാശം സ്വന്തമാക്കാൻ വേണ്ടി ഒരുങ്ങി ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം.